കോമ്പൗണ്ടിങ്ങിന്റെ അത്ഭുതം. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് അതിബുദ്ധിമാനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴമളക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ രാജാവിന്റെ അഹങ്കാരം ഈ പണ്ഡിതനെ വെല്ലുവിളിച്ചു. രാജാവു പറഞ്ഞു, അങ്ങയുടെ അറിവിന് തുല്യമായ ഒരു സമ്മാനം ഞാൻ നൽകാം. അങ്ങയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. പണ്ഡിതൻ ശാന്തനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്റെ മുന്നിൽ ഒരു ചെസ് ബോർഡ് വെക്കുക. അതിലെ ആദ്യത്തെ കളത്തിൽ 1 മണി നെല്ല് വെക്കുക. രണ്ടാമത്തെ കളത്തിൽ 2 മണി നെല്ല്, മൂന്നാമത്തേതിൽ 4 മണി നെല്ല്. ഇങ്ങനെ ഓരോ കളത്തിലും അതിനു മുൻപുള്ള കളത്തിലേതിന്റെ ഇരട്ടി നെല്ല് വെച്ചാൽ മതി. 64ാമത്തെ കളത്തിലെ നെല്ല് എനിക്ക് ലഭിച്ചാൽ ഞാൻ തൃപ്തനാണ്. ഈ ആവശ്യം കേട്ട് രാജാവ് ചിരിച്ചു. ഇതെന്ത് ചെറിയ ആവശ്യം! എന്റെ രാജ്യത്തിന്റെ ധാന്യപ്പുരകൾ മുഴുവൻ തുറന്നാലും ഇതിലും എത്രയോ അധികം നെല്ല് കിട്ടും. രാജാവിന്റെ മന്ത്രിമാരും സൈനികരും ആ ആവശ്യം തമാശയായി കണ്ടു. എന്നാൽ ആദ്യത്തെ ചില കളങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കണക്കുകൾ പെരുകാൻ തുടങ്ങി. 10ാമത്തെ കളത്തിൽ 512 മണിനെല്ല്, 20ാമത്തെ കളത്തിൽ 524,288 മണിനെല്ല്. 40ാമത്തെ കളത്തിലെത്തിയപ്പോഴേക്കും കണക്കുകൾ രാജാവിന്റെ തല കറക്കി. ഓരോ തവണ ഇരട്ടിക്കുമ്പോഴും കണക്കുകൾ അതിവേഗം വളർന്നു. 64ാമത്തെ കളത്തിലെത്തിയപ്പോൾ രാജാവ് പരിഭ്രമിച്ച് തലയിൽ കൈവച്ചു. ലോകത്തിലെ മുഴുവൻ നെല്ലു ശേഖരിച്ചാലും പണ്ഡിതന് വാഗ്ദാനം ചെയ്ത അത്രയും നെല്ല് നൽകാൻ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് കഴിയില്ലായിരുന്നു. ഒരു ചെറിയ ആവശ്യമായി തോന്നിയത് വലിയൊരു പ്രഹേളികയായി മാറി. അപ്പോൾ പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു, ഈ കണക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ചെറിയൊരു തുടക്കത്തിൽ നിന്ന് അത്ഭുതകരമായ വളർച്ച നേടാൻ കഴിയും. ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാം. രാജാവ് പണ്ഡിതന്റെ മുമ്പിൽ തലകുനിച്ചു. ഈ കഥയുടെ ഗുണപാഠം: കൂട്ടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വളർച്ച ആദ്യം വളരെ സാവധാനത്തിലായിരിക്കുമെങ്കിലും പിന്നീട് അത്ഭുതകരമായി വർദ്ധിക്കും എന്നതാണ്. നിക്ഷേപങ്ങളുടെ കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയും.